പെരിയ സൺഡേ വെറ്ററൻസ് ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജോളി തായന്നൂർ വിജയികളായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരിയ കേന്ദ്രീകരിച്ച് ഫുട്ബോൾ പരിശീലനം നടത്തുന്ന ഒരു കൂട്ടം പഴയ താരങ്ങൾ ഒരു വർഷത്തിലധികം പരിശീലനം നടത്തുകയും സൺഡേ വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ് പെരിയ എന്ന പേരിൽ ക്ലബ് രൂപീകരണം നടത്തുകയും ചെയ്തു. ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 18 മുതൽ ഫെബ്രുവരി 1 വരെ തീയതികളായി പെരിയ മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. ഈവനിംഗ് ഫുട്ബോൾ മത്സരങ്ങളുടെ അഭാവം കാണികളിലുണ്ടാക്കിയ വിഷമങ്ങൾക്ക് പരിഹാരമാവുകയാണ് ഈ മത്സരങ്ങളിലൂടെ. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മേഖലയിലെ പ്രഗത്ഭരായ 16 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. മോർണിംഗ് ഫുട്ബോൾ ക്ലബ് പനയാലും ജോളി തായന്നൂരുമായിരുന്നു ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത്. പുലൂർ പെരിയ പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ഉഷ എം നായർ, 17-ാം വാർഡ് മെമ്പർ വേണു, അനൂപ് കൃഷ്ണൻ, ക്ലബ് സെക്രട്ടറി പ്രശാന്ത് പെരിയ, പ്രസിഡന്റ് ശശി മുക്കൂട്, ട്രഷറർ സുകേഷ് ബാബു വേലാശ്വരം, മധു മുണ്ടയിൽ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ മോർണിംഗ് ഫുട്ബോൾ ക്ലബ് പനയാലിന്റെ 1-നെതിരെ 2 ഗോളുകൾ നേടി ജോളി തായന്നൂർ വിജയികളായി. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ മുഖ്യാതിഥിയായി സമ്മാനദാനം നിർവഹിച്ചു. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മുന്നേറ്റത്തിന്റെ കായിക രംഗത്തിന്റെ ഒരു ഉജ്ജ്വലമായ ഒന്നിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആദ്യമേ തന്നെ പറയുന്നു. നമുക്കറിയാം, കായികപരമായിട്ടും മാനസികപരമായിട്ടൊക്കെയുള്ള ശേഷികളാണ് ഫുട്ബോൾ രംഗത്തെയും മറ്റ് കായിക വേദികളെയൊക്കെയും ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അർജന്റീനയും ബ്രസീലിനെയും ഒക്കെയും ഒരുപാട് ആരാധിക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ കളിക്കാരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, അതിൽ നിന്നും ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിലെ ഇങ്ങനെയൊരു സൺഡേ BFC പെരിയ എന്ന് പറയുന്ന ക്ലബ്ബ് 40 വയസ്സിന് മുകളിലുള്ള ഫുട്ബോൾ പ്രേമികളെ, കായിക താരങ്ങളെ വെച്ച് ഒരു പരിപാടി, ഒരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നു. ബാല്യം കഴിഞ്ഞിട്ട് യൗവനത്തിലെത്തുകയും യൗവനത്തിൽ നിന്നും ഇനി അങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ച 40 വയസ്സിന് മുകളിലുള്ള ഒരുപാട് കായിക താരങ്ങളുടെ മികച്ച പ്രകടനം ഇന്ന് ഈ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടുത്തെ ലക്കിടിപ്പില് മുഴുവൻ പണവും അൻപിത എന്ന് പറയുന്ന മോളുടെ ചികിത്സാ സഹായത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ക്ലബ്ബ്, ഒരു നാട്, അതിന്റെ കൂട്ടായ്മ, കായിക പ്രേമികൾ എങ്ങനെയാണ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നും ആ രംഗത്ത് എങ്ങനെയാണ് മികച്ചു നിൽക്കുന്നതെന്നും ഉള്ള തെളിവാണ്, മാതൃകയാണ് ഇന്നിവിടെ നടന്നത്. ക്ലബ് പ്രസിഡന്റ് ശശി മുക്കൂട് അധ്യക്ഷത വഹിച്ചു. പുലൂർ പെരിയ പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ഉഷ എം നായർ, 17-ാം വാർഡ് മെമ്പർ വേണു, അനൂപ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ വ്യക്തിഗത ട്രോഫികൾ സമ്മാനിക്കുകയും ചെയ്തു. ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസത്തെ മത്സരങ്ങളിൽ കൂപ്പൺ പിരിവിലൂടെ സമാഹരിച്ച 9,100 രൂപ പുലൂർ പെരിയ പഞ്ചായത്തിലെ തടത്തിൽ താമസിക്കുന്ന ബിജു കുമാറിന്റെ മകൾ 13 വയസ്സ് പ്രായമുള്ള അൻവിത ബിജുവിന്റെ ചികിത്സാ ചിലവിലേക്ക് നൽകിക്കൊണ്ട് ക്ലബ് പ്രവർത്തകർ കാരുണ്യ സ്പർശത്തിന് ഉദാത്ത മാതൃകയ്ക്ക് ക്ലബിന്റെ ആദ്യ പ്രവർത്തനത്തിൽ തന്നെ തുടക്കമിടുകയും ചെയ്തു. സമാപന ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി പ്രശാന്ത് പെരിയ സ്വാഗതവും ക്ലബ് ട്രഷറർ സുകേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.